അങ്ങനെ ഗോവയിൽ നിന്ന് നമ്മൾ കൊച്ചിയിലേക്കുള്ള ഒരു യാത്ര തുടങ്ങാൻ പോവുകയാണ്. ബായ്. നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് രാവിലെ 6 മണിക്ക് പുറപ്പെട്ടു. ഇത് നമ്മുടെ ഇവിടുത്തെ ക്രൂയിസ് ഷിപ്പുകളാണ്. ഗോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അത് നമുക്ക് ഏതായാലും വളരെ ആര് ഗോവയിൽ വന്നാലും ആദ്യം ഈ സ്ഥലമാണ്. ഇപ്പം നമ്മൾ 1 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ മഡ്ഗാവിലെത്തി. മഡ്ഗാവ് സിറ്റിയാണ്, തിരക്കൊന്നുമില്ല. ഞായറാഴ്ച തൊട്ട് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം 900 കിലോമീറ്ററാണ് കാണുന്നത്. 890 കിലോമീറ്റർ നമ്മളിപ്പോൾ ഓടിയാണ് കൊച്ചിയിലെത്തിയത്. അപ്പോൾ നമ്മളവിടെ നിന്ന് നേരെ വിട്ട് ഇനിയിപ്പോൾ കണകുണ എന്ന സ്ഥലത്തെത്തി. ഒരു വശത്ത് നദിയും മറുവശത്ത് ബീച്ചും. നല്ല രസകരമായ ഒരു പേരാണ് കണകുണ. അങ്ങനെ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബോർഡർ കഴിഞ്ഞു, ഗോവ കർണാടക ബോർഡർ കഴിഞ്ഞു. കാർവാറിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇവിടെ. ഈ 2 വീലർ യാത്ര എന്നുള്ളത് നമുക്ക് ഏറ്റവും ആസ്വാദ്യകരമായത് ഈ ഇത്തരത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട്, അത് ചെറിയ സ്ഥലമാണെങ്കിൽ നമുക്ക് അവിടെ നിർത്തി ഒന്ന് കുറച്ച് ആസ്വദിച്ച് ഒക്കെ പോവാം. ഇനി അടുത്ത നമ്മൾ 2 തുരങ്കപാതകളുണ്ട്. ഇതാണ് ഈ കാർവാറിലാണിത്. ഈ തുരങ്കപാതകളിലൂടെയാണ് നമ്മുടെ യാത്ര. രാവിലെ ഗോവയിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ തുടങ്ങിയ മഴയാണ്. ആ മഴയും കൊണ്ട് അങ്ങനെ അതൊരു രസമാണ് കേട്ടോ. യാത്ര ചെയ്യുമ്പോൾ ചെറിയ മഴ പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ രസം. അങ്ങനെ നമ്മൾ യാത്ര തുരങ്കപാതയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ അറിയാമല്ലോ, നമ്മുടെ വണ്ടി അറിയാമല്ലോ, ബജാജ് പ്ലാറ്റിന. ഏകദേശം നല്ലൊരു മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഞാൻ ആ ഗോവയുടെ ബോർഡറിൽ നിന്ന് തന്നെ ഫുൾ ടാങ്ക് 800 രൂപ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. അതിന് മുമ്പ് 200 രൂപ ഞാൻ അടിച്ച് വണ്ടി കിട്ടുന്നുണ്ടായി. അതിനുശേഷം 800 രൂപ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് ഈ വണ്ടി വിടുന്നത്. അപ്പോൾ ഈ മൈലേജിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം 70-72 ഈ വണ്ടിക്ക് കിട്ടും. നല്ല യാത്ര ഇതുണ്ട് കേട്ടോ. എല്ലാവരും പറഞ്ഞ പോലെ നല്ല ഹെവി വണ്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ 60-50 കിലോമീറ്റർ വേഗത, ഞാൻ മിക്കപ്പോഴും 50 കിലോമീറ്റർ വേഗതയിലാണ് യാത്ര പോകുന്നത്. നമ്മുടെ ഏറ്റവും സേഫ്റ്റി ഈ 50 കിലോമീറ്ററിലാണ്. ഈ വേഗതയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ധൈര്യമുണ്ട്, നമ്മുടെ കൺട്രോളിൽ വണ്ടി കിട്ടുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഉറപ്പിലാണ് നമ്മൾ ഈ യാത്ര മുഴുവൻ ചെയ്യുന്നത്. ഇപ്പോൾ വണ്ടി റൈഡ് നമ്മൾ നടത്തിയപ്പോഴും ഈ ഒരു രീതി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതൊരു നമ്മുടെ ടോൾ ഗേറ്റിലെത്തി. ഫസ്റ്റ് ടോൾ ഗേറ്റാണ്. ഈ ഗോവയിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നമുക്കൊരു ടോൾ ഗേറ്റും കാണാനില്ല. കാരണം ഗോവയിലെ രീതിയിൽ ടോളൊന്നുമില്ല. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ എയർപോർട്ടിലേക്കുള്ള റോഡുണ്ട്, അവിടെയാണ് ടോളുള്ളത്. ഇപ്പോൾ നമ്മൾ ഗംഗാവാലി റിവറിലെത്തി. ഈ ഗംഗാവാലി റിവറിലാണ് നമ്മുടെ അർജുനും കൂടെ ലോറിയും കൂടി നഷ്ടപ്പെട്ടത്. ഇപ്പോഴും ഒരു കാണാനായിട്ട് നമ്മൾ ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും ഇത് ശരിക്കും അവിടെ നോക്കാനാണ്. സെൻറ്റർ ഭാഗത്ത് കാണുന്ന മഴ ഇതുണ്ട്, ഒരു എന്താ പറയുക, ആ മണ്ണ് വീണ ഒരു കൂനയുണ്ട്. ആ കൂനയുടെ അടിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ലോറിയും ഈ ആളും ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എന്തോ അവിടെ ഒന്നും ആരും നോക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു ഇത്, ഗംഗാവാലി റിവറിൽ ഈ അർജുനും ഈ ലോറിയും പോയത്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളൊക്കെ മുഴുവൻ ഈ മണ്ണിടിച്ചിൽ കൂടുതലുള്ള, അതായത് മലകൾ വെട്ടിയാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. പല സ്ഥലത്തും നമുക്കത് കാണാൻ പറ്റും. അവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം, 10 അല്ല, ഒരു 20 കിലോമീറ്ററോളം യാത്ര ചെയ്തപ്പോൾ തന്നെ ഈ മണ്ണിടിച്ചിൽ കണ്ടായിരുന്നു. അടുത്ത സ്ഥലം ഇവിടെ അപ്പോഴും അവർ ചെയ്യുന്നത്, ആ മണ്ണിടിച്ച് വീണ് കഴിഞ്ഞാൽ അത് മാറ്റുവാനുള്ള ഒരു കാര്യങ്ങളല്ല അവർ ചെയ്യുന്നത്. അവരപ്പോൾ തന്നെ ആ വശം റോഡ് ബ്ലോക്ക് ചെയ്ത് ഇപ്പോഴത്തെ സിംഗിൾ ലൈനാക്കും, അത്രയേ ഉള്ളൂ. ഈ സാവകാശം അങ്ങനെയൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ, നമ്മുടെ കേരളത്തിലെ പോലെയുള്ള ഈ ദ്രുതഗതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളൊന്നും നമുക്കവിടെ കാണാനാകില്ല. മണ്ണിടിഞ്ഞാൽ ആ റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് സിംഗിൾ ലൈൻ ട്രാഫിക്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രഭാത ഭക്ഷണം കഴിക്കാൻ വേണ്ടി കർണാടകയിലുള്ള ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ പ്രഭാത ഭക്ഷണം. ഞാൻ രാവിലെ അവിടെ റൂമിൽ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണമൊക്കെ റെഡിയാക്കി, നല്ല അയലക്കറിയും ചോറൊക്കെ 3 നേരത്തേക്ക് തന്നെ ഞാൻ റെഡിയാക്കി പാഴ്സൽ ചെയ്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് കഴിക്കുവാനുള്ള ഒരു തത്രപ്പാടിലാണ്. അങ്ങനെ
ഏറ്റവും ഒരു ഈ ഇവിടുത്തെ ഈ മഴ തന്നെ കൊണ്ട് വരുന്ന ഒരു നല്ലൊരു രസകരമായ അനുഭവമാണ്. അപ്പം അത് ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭക്ഷണങ്ങളൊക്കെ ഓരോ സമയത്തനുസരിച്ച് പാസ് ചെയ്ത് വെച്ചുകൊണ്ട് മാക്സിമം നമ്മുടെ യാത്രയുടെ ഇതിൽ എക്സ്പെൻസ് ഒക്കെ കുറച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ പരമാവധി ഒഴിവാക്കും. വെറുതെ ഒറ്റച്ചായ മാത്രം നമ്മൾ പുറത്തുനിന്ന് കഴിക്കാറുള്ളൂ. അത് ഒരു തരത്തിൽ നമുക്ക് സാമ്പത്തികലാവും, വേറെ തരത്തിൽ നമ്മുടെ ശരീരത്തിന് ഗുണകരമാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. പുറത്തുനിന്നുള്ളൊരു ഭക്ഷണം അത് എന്തോ എനിക്കൊരു ഗ്യാരണ്ടി കുറവുള്ളതുകൊണ്ടാണ് എപ്പോഴും ഞാൻ തന്നെ ഭക്ഷണം റെഡിയാക്കിക്കൊണ്ട് എവിടെയും നമ്മുടെ ഇതിന് മുമ്പുള്ള ട്രിപ്പിലും പോയത്. അങ്ങനെ നമ്മൾ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര ആലോചിച്ച് അടുത്ത സ്ഥലം വേറെ ഒന്നുമില്ല, നമ്മുടെ കൊച്ചിക്ക് തന്നെ പോകണമെന്നാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ റെഡിയാക്കി പാഴ്സൽ ചെയ്ത് വീണ്ടും നമ്മൾ പുറപ്പെട്ട് ഒരു ഈ ഒരു പാലത്തിൽ യാത്രക്കിടെ കൊണ്ടാണ് ഇതൊരു റെയിൽ പാതമാണ്. നമ്മൾ ദൂരെ നിന്ന് നമ്മളിപ്പോൾ ഈ ക്യാമറയിലൂടെ കാണുമ്പോൾ അറിയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷെ അത് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ആണത്. തൊട്ടിപ്പുറത്ത് ഹാർബറാണ്. നല്ല ഒരു മനോഹരമായ കാഴ്ചയാണ്. ഇപ്പോഴത്തെ ഹാർബറാണ്. ഹാർബറൊക്കെ കണ്ട് ഇനി തുടരുകയാണ് നമ്മുടെ യാത്ര അടുത്ത സ്ഥലത്തേക്ക്. അതായത് ആർക്കും നമുക്ക് വഴി തെറ്റുന്ന ഒരു പ്രശ്നമില്ല കേട്ടോ. ഏതായാലും ഗോവ കൊച്ചി ഈ കൊങ്കൺ റൂട്ടിൽ വഴി തെറ്റുന്ന, കാരണം നമ്മൾ തീരദേശ വഴിയാണത്. തീരദേശം നോക്കി തന്നെയാണ് പോയത്. ഇതിപ്പോൾ വീണ്ടും ഒരു ബീച്ച് സൈഡ് വന്ന് ഇവിടെ ഒരു ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഒരു മേളയാണ്. ആ ഉത്സവത്തോടനുബന്ധിച്ച് ഒരു മേളയാണ്. ഒരുപാട് ജനങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി നിർത്തിയതാണ്. വരുന്ന വഴിക്ക് കണ്ട ഒരു അമ്പലമാണ്. ചെറിയ അമ്പലങ്ങളൊക്കെ ഒന്ന് കണ്ടതിൻ്റെ ആ ഭംഗിയോട് മാത്രം ഞാൻ ഒന്ന് നിർത്തിയതാണ്. പിന്നെ മാത്രമല്ല, നമുക്ക് ഓരോ ഇതേപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ ഒന്ന് വണ്ടി നിർത്തുമ്പോൾ നമുക്കൊരു ചെറിയൊരു റെസ്റ്റ് കൂടി കിട്ടും. വണ്ടിക്കും ഒരു ചെറിയൊരു റെസ്റ്റ് കിട്ടും. അതിൻ്റെ അകത്തൊക്കെ കൂടി ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് കറങ്ങി നമ്മുടെ അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്ര തുടങ്ങി. മംഗലാപുരമാണ് നമ്മുടെ ലക്ഷ്യം. മംഗലാപുരത്തേക്ക് ഇങ്ങനെ പോയി മംഗലാപുരം, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോർഡറിലെത്തും. അപ്പോൾ പ്രഭാത ഭക്ഷണം നമ്മൾ മുമ്പ് ഈ പറഞ്ഞ കർണാടക ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചു. പിന്നെ അടുത്തത് നമ്മൾ മംഗലാപുരത്ത് ഉച്ചഭക്ഷണം കഴിക്കാമെന്നാണ് കഴിച്ചു. പക്ഷേ എത്തിയപ്പോൾ ഏകദേശം 4 മണി ഓടായി ഈ മംഗലാപുരത്ത് എത്തിയപ്പോൾ. അങ്ങനെ ഈ ഇതും കണ്ട് ഈ അമ്പലവും കണ്ട് അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയും. അപ്പോൾ ഉച്ചഭക്ഷണം വൈകുന്നേരത്തോടുകൂടി കഴിക്കാൻ വേണ്ടി നമ്മുടെ മംഗലാപുരത്തിന് സമീപമുള്ള ഒരു ബസ് സ്റ്റാൻഡുകളാണ്, ഈ ഷെൽട്ടറുകളാണ് നമുക്ക് അഭയസ്ഥാനം. പിന്നെ രാവിലത്തെ മഴ പ്രത്യേകിച്ചൊന്നും പറയണ്ട. ഈ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. നമ്മൾ മഴയത്ത് ആ മഴയുടെ ഭംഗിയും തണുപ്പും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ നമ്മൾ യാത്രയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഉച്ചഭക്ഷണം വൈകുന്നേരത്തേക്കായിട്ട് പഴയ മെനു തന്നെ, അയലക്കറിയും ചോറും. അതേതായാലും അങ്ങനെ ഒന്ന് കഴിച്ച് അവിടെ നിന്ന് വണ്ടി വിട്ടു. വൈകിട്ട് ഏകദേശം 6 മണി നമ്മുടെ ബോർഡറിലെത്തി. ഇതാണ് തലപ്പാടി, നമ്മുടെ ബോർഡറാണ്, കേരളത്തിൻ്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. ഇതുവരെ യാത്ര ചെയ്ത റോഡ് വളരെ ഗുണകരമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇങ്ങനെ പോന്നിട്ട് ഏകദേശം 11 മണിയോടുകൂടി കണ്ണൂരെത്തി. റോഡ് വളരെ മോശമായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് അങ്ങനെ എന്നാലും നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ. റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഈ റോഡുകൾക്ക് വളരെ ശോഭമുണ്ട്. ഇതൊരു വെയിറ്റിംഗ് ഷെഡാണ്, ശ്രീമതി ടീച്ചറിൻ്റെ ഒരു വെയിറ്റിംഗ് ഷെഡാണ്. അവിടെയാണ് നമ്മൾ രാത്രി ഭക്ഷണം 11:30 കഴിച്ചത്. നമ്മുടെ പഴയ മെനു തന്നെ. അതൊരു ദിവസത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുനടക്കാൻ പറ്റും. അതുപോലെ പുറത്തൊന്നും ചിലവില്ല. ഇതവിടെ തന്നെയുള്ളൊരു പള്ളിയാണ്, ഒരു ബിഷപ്പ് ഹൗസും ഇതും കൂടിയുള്ളതാണ്. തൊട്ട് പറ്റി തന്നെ അവിടെ തന്നെ നോക്കാം. നമ്മുടെ AKG ആശുപത്രിക്ക് മുമ്പിലായിട്ട് എത്തുന്നതിന് മുമ്പുള്ള ഒരു പള്ളിയാണ്. ഒരു ബിഷപ്പ് ഹൗസ് ഉണ്ട് കൂടെ. അങ്ങനെ അതും കണ്ട് അങ്ങനെ രാത്രിയായിട്ട് ഇപ്പോൾ ഇത് ഏകദേശം ഒരു മണിയൊക്കെ കാണും. ഇതാണ് AKG ഹോസ്പിറ്റൽ കണ്ണൂരിലെ.
അതും കഴിഞ്ഞ് അങ്ങനെ നമ്മളങ്ങനെ പോകുന്നു. ഇപ്പോൾ നമുക്ക് കോഴിക്കോടും കഴിഞ്ഞ് വളരെ ലേറ്റായി, കാരണം ഈ റോഡ് വളരെ മോശമാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു ഹൈവേ നിർമ്മാണമായി കാണുന്നത് ഇതിൻ്റെ ഈ താഴ്ച കണ്ട് നമ്മളിപ്പോൾ ഈ മലയിടിച്ചിലും എല്ലാം ഉള്ളത് ഇത്തരത്തിലുള്ള ഡ്രഡ്ജിങ്ങും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ കോഴിക്കോടുള്ള ഈ വലിയ ഹൈവേയുടെ നിർമ്മാണം തന്നെ ഇത് വളരെ താഴ്ചയിൽ കുഴിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇത് അടുത്തൊരു മലയിടിച്ചിൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അതായത് വികസനങ്ങൾ നടക്കട്ടെ, പക്ഷേ ഇതൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് കോഴിക്കോടെത്തി അങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ ഗോവ ടു കൊച്ചി യാത്ര ഒരു പരിസമാപ്തിയിലെത്തി. ഏകദേശം 24 മണിക്കൂർ